ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1921. ഇന്ന് ഏപ്രിൽ മാസം 4-ാം തീയതി, 94-ാമത്തെ ദിവസത്തിലെത്തി. അനുതാപത്തിന്റെ ഒരു ഉത്തമ മാതൃക തന്നെയാണ് ദാവീദ്. ശമൂവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകത്തിലൂടെ കടന്നു പോകേണ്ടതാണ്, പ്രത്യേകിച്ച് 12-ാം അധ്യായത്തിലൂടെ. നാഥാൻ പ്രവാചകന്റെ വാക്ക് സത്യത്തില് പാറയെ തകർക്കുന്ന കൂടമാണ്, എന്തിനേം ദഹിപ്പിക്കുന്ന അഗ്നിയായിരുന്നു, ഒരു കൊടുങ്കാറ്റായിരുന്നു. ആ മനുഷ്യൻ നീ തന്നെ. ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ അക്കമിട്ട് നിരത്തിയതിനു ശേഷമാണ് വിധിപ്രസ്താവം ഉണ്ടാകുന്നത്. എന്തുകൊണ്ട് നീ എന്നെ അനുസരിക്കാതെ എന്റെ മുമ്പാകെ ഈ തിന്മകളൊക്കെ ചെയ്തു? ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത വിധം കുറ്റം തെളിയിച്ചു കഴിഞ്ഞു, ശിക്ഷാവിധിയും പ്രഖ്യാപിച്ചു. ദൈവം തനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, അവയുടെ പ്രകടമായ അവയിലൂടെ ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളെക്കുറിച്ച് നല്ലൊരു അവബോധമുണ്ടാവുന്നു ദാവീദ്. ദൈവം തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച്, അതിലൂടെ ശരിക്കും പ്രകടമായ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴത്തെക്കുറിച്ച് ഈ ഒരു അറിവും അവബോധവുമാണ് അദ്ദേഹത്തെ അനുതാപത്തിലേക്ക് നയിക്കുന്നത്. താൻ ആരായിരുന്നുവെന്നും ഇന്നത്തെ അവസ്ഥയിൽ എങ്ങനെ എത്തിയെന്നും ഒരാൾ തിരിച്ചറിയുമ്പോഴാണ് താൻ ചെയ്തു പോയ തെറ്റുകളുടെ, അകൃത്യങ്ങളുടെ കാഠിന്യം മനസ്സിലാക്കുക, ദൈവസ്നേഹത്തെക്കുറിച്ച് പിടുത്തം കിട്ടുക, ദൈവിക പരിപാലനയെക്കുറിച്ചുള്ള തിരിച്ചറിവുണ്ടാവുക. ഇതൊക്കെയാണ് ഒരാളെ അനുതാപത്തിലേക്ക് നയിക്കുന്നത്. ദാവീദ് ഏറ്റുപറയുന്നുണ്ട്. അത് 2 ശമൂവേലിന്റെ പുസ്തകം 12-ാം അധ്യായം 13-ാമത്തെ തിരുവചനമാണ്. ഞാൻ കർത്താവിനെതിരെ പാപം ചെയ്തു. സഹോദരങ്ങളോട്, സഹജീവികളോട് ചെയ്യുന്ന ഏത് അകൃത്യവും സത്യത്തില് ദൈവത്തിനെതിരെ ചെയ്യുന്ന പാപമാണെന്ന അവബോധമാണ് ദാവീദ് നേടുന്നത്, നമുക്ക് പറഞ്ഞു തരുന്നത്. അയൽക്കാരനെതിരെ ചെയ്യുന്ന ഏത് തെറ്റും ദൈവത്തിനെതിരെ ചെയ്യുന്ന തെറ്റായി, അകൃത്യമായി ഓരോരുത്തരും ബോധ്യപ്പെടട്ടെ. അതാണ് ഓരോരുത്തരെയും അനുതാപത്തിലേക്ക് നയിക്കേണ്ടത്. നോമ്പാചരണത്തിന്റെ ഏറ്റവും ആത്യന്തിക ലക്ഷ്യം ഇതുതന്നെയാണ്. അവനവനെ കുറെ കൂടി ഒന്ന് ശുദ്ധീകരിക്കുക, അവനവന്റെ അകൃത്യങ്ങളിൽ പരിക്കേറ്റ മനുഷ്യരെ തിരിച്ചറിയുക, പ്രകൃതിയെയും പ്രപഞ്ചത്തെയും ഭൂമിയെയും കരുതുക, എല്ലാത്തിനും എല്ലാവർക്കും കാവൽക്കാരനായി മാറുക. പ്രാർത്ഥനയോടുകൂടി ആമേൻ.